ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വാനില സ്പഞ്ച് കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി വെച്ചിട്ട് ചെയ്യുന്ന കേക്ക് ഫ്രോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ 1 കിലോയുടെ കേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ വാനില സ്പഞ്ച് വെച്ചിട്ട് ചെയ്യുന്ന കേക്കുകളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചെടുക്കാം. അതിനായിട്ട് 1 കപ്പ് മൈദ എടുക്കുക. ഇതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. ബേക്കിംഗ് സോഡ ഞാൻ എടുക്കുന്നില്ല. ചില റെസിപ്പികളിൽ ബേക്കിംഗ് സോഡ ഇട്ട് കഴിയുമ്പോൾ കേക്കിൻ്റെ നടുഭാഗം പൊങ്ങി നിൽക്കും. അപ്പോൾ ബേക്കിംഗ് സോഡ ഇല്ലാതെയാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കുന്നത്. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് ഒരു വിസ്കോ സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു മിക്സിംഗ് ബൗൾ എടുത്തിട്ട് അതിലേക്ക് 4 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുക. മുട്ട റൂം ടെമ്പറേച്ചറിലാവണം എന്നൊന്നുമില്ല. ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് നേരെ എടുത്തിട്ടാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ 1/4 കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നല്ല ഫ്ലഫി ആയിട്ട് പൊങ്ങി വരുന്നത് വരെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലെത്തുന്നത് വരെയാണ് ഇത് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്പഞ്ച് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സൺഫ്ലവർ ഓയിൽ, പഞ്ചസാര ഇത് രണ്ടും അധികമായി കഴിയുമ്പോൾ നമ്മുടെ കേക്കിൻ്റെ മുകൾ ഭാഗം ഒട്ടും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഒരു സ്പാച്ചുല വെച്ച് സൈഡൊക്കെ ഒന്ന് സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മിക്സ് ആവാതെ കിടക്കുന്നതൊക്കെ ഇതിൽ നന്നായിട്ട് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് സോസ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ സോസ് പാനിൻ്റെ അടിയിലായിട്ടൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. സോസ് പാനിൻ്റെ അടിയിലൊക്കെ സ്ക്രാച്ചസ് വീണിട്ടുണ്ട്. അപ്പോൾ കേക്കിന് ഡാമേജ് വരാതിരിക്കാൻ വേണ്ടി ചെയ്തതാണ്. ഇനി ഇത് ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിൻ്റെ മുകളിലായിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ടൊരു 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. 30 മിനിറ്റിന് ശേഷം ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക. ബേക്കായിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിലൊന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം സോസ് പാനിന് എടുക്കാം. അപ്പോൾ ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പാനിൽ നിന്ന് ഇത് ഇളക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. 3 ലെയറൊക്കെ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.